അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന വക്താവും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ചുമതലക്കാരനുമായിരുന്ന ശ്രീ KVS വെങ്കടാശ്രീ അവർ, പാർട്ടിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള ശ്രീമതി TP സിന്ധുമോൾ, പാർട്ടിയുടെ സംസ്ഥാന ജോയിന്റ് ട്രഷറർ ശ്രീ അനൂപ്ജി, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നമ്മുടെ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി രാധിക വർമ്മ അവർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സജി, ശ്രീ ശ്രീകുട്ടൻ, ശ്രീമതി പ്രിയ പ്രശാന്ത്, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജിത് തുടങ്ങി വേദിയിലും സദസ്സിലും ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമാദേവി തുടങ്ങി വേദിയിലും സദസ്സിലും ശ്രീ മധുസൂദൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9-ാം തീയതിയും 11-ാം തീയതിയുമായി നടന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിശാസൂചികയായിട്ടാണ് BJP കാണുന്നത്. കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതിനും വലതിനുമെതിരായിട്ടുള്ള ഒരു അതിശക്തമായിട്ടുള്ള താക്കീതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഈ കേരളത്തിൽ പൊതുവെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ ഇവിടെയും തൃപ്പൂണിത്തുറയും പാലക്കാടും ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രമല്ല 30ഓളം വരുന്ന പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറ്റിക്കൊണ്ട് ഈ നാടിന്റെ വിധിയെഴുത്ത് അതിലുള്ള ദിശാസൂചികയായിട്ടാണ് BJP കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം മറ്റു പലർക്കും പരിചിതമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നില്ല. BJP ഉയർത്തിയ മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമായിരുന്നു. ആ വികസിത കേരളം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യത്തെ തദ്ദേശവൽക്കരിക്കാനും അങ്ങനെ തൃപ്പൂണിത്തുറയുടെ വികസിത തൃപ്പൂണിത്തുറ എന്ന മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ വികസിത പഞ്ചായത്തുകളും വികസിത മുനിസിപ്പാലിറ്റികളും വികസിത വാർഡുകളും എന്നുള്ള ഒരു വലിയ തലങ്ങളിലേക്ക് ആ മുദ്രാവാക്യത്തെ കൊണ്ടുപോയ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം നടന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കേരളം കഴിഞ്ഞ 70 വർഷമായിട്ട് ഇടതു രോഗവും വലതു രോഗവും ബാധിച്ച കേരളം നേരിന്റെ പാതയിലേക്ക് പോകുന്നതിന് പകരം വഴിതിരിഞ്ഞ് സഞ്ചരിക്കുകയായിരുന്നു. വഴിതിരിഞ്ഞ് തെറ്റായ വഴികളിലൂടെ ഏറെ മുന്നോട്ട് പോയി നമ്മുടെ കേരളം. അതിന്റെ ഭാഗമായിട്ട് കേരളം സർവ്വ മേഖലയിലും തകർന്നു തരിപ്പണമായിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുന്നു, ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു, വ്യാപാര മേഖല തകർന്നിരിക്കുന്നു, വ്യവസായ മേഖല തകർന്നിരിക്കുന്നു, തൊഴിൽ മേഖല തകർന്നിരിക്കുന്നു. എല്ലാ മേഖലകളിലും അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറ്റപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല കേരളത്തിൽ 5.5 ലക്ഷം കോടി രൂപയുടെ കടക്കെണിയിൽ അകപ്പെട്ട കേരളത്തിലാണ് 3.25 കോടി മലയാളി ജീവിക്കുന്നത്. ഓരോ മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കെണിയാണ്. നമ്മളെ ഓരോരുത്തരെയും പിണറായി വിജയൻ പണയം വച്ചിരിക്കുകയാണ്. ഇനി കേരളത്തിനായിട്ട് കടം വാങ്ങാൻ ഒരു സ്ഥലവുമില്ലാത്ത അവസ്ഥയാണ്. ആ രീതിയിലേക്ക് കേരളത്തെ സമ്പൂർണമായിട്ടും തകർത്തിരിക്കുന്നു. ഈ കേരളത്തിനൊരു മോചനം ആവശ്യമാണ്. ഈ കേരളത്തിനൊരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയപരമായ വികസനപരമായിട്ടുള്ള നവോത്ഥാനം അനിവാര്യമാണ്. ആ നവോത്ഥാനത്തിന്റെ ചാലകശക്തിയാണ്, ആ നവോത്ഥാനത്തിന്റെ പ്രയോക്താവാണ്, ആ നവോത്ഥാനത്തിന്റെ വക്താവാണ്, ആ നവോത്ഥാനത്തിന് വേണ്ടി കേരളത്തെ പ്രേരിപ്പിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഈ കേരളത്തിൽ തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ജില്ല പോലും ഒഴിയാതെ എല്ലാ ജില്ലകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് 2020 BJPക്കുണ്ടായ നേട്ടത്തിന്റെ അപ്പുറത്തേക്ക് നേട്ടമെത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കുത്തൊഴുക്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി എന്ന് പറയുമ്പോൾ ആ ജനവിധി ദൗർഭാഗ്യവശാൽ UDFന് അനുകൂലമായി പല സ്ഥലത്തും നിപതിച്ചപ്പോൾ ആ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ജനവിധി UDFിലേക്ക് അപകടകരമായിട്ട് ചെന്ന് നിപതിക്കുന്ന സാഹചര്യത്തിന്റെ ഇടയിൽ നിന്ന്
ബിജെപിയുടെ 2020 നേട്ടങ്ങൾക്ക് മുകളിലേക്ക് പുതിയൊരു നേട്ടത്തിന്റെ ചരിത്രം കുറിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം അനന്യമായൊരു മുദ്രാവാക്യമാണ്. നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം ഈ കേരളം ഏറ്റെടുത്ത മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം തന്നെയാണ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം. ഈ കേരളത്തിന്റെ വികസിത കേരളം എന്നുള്ള സ്വപ്നത്തിലേക്കുള്ള മുദ്രാവാക്യം തന്നെയാണ്. ആ മുദ്രാവാക്യവുമായിട്ട് നമുക്കിനി വികസിത കേരളം സാക്ഷാത്കരിക്കപ്പെടുന്നത് വരെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വന്നപ്പോൾ ആ വികസിത കേരളം എന്നുള്ള ബിജെപിയുടെ സ്വപ്നത്തെ തകർക്കാൻ ഗൂഢശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് നേരത്തെ ശ്രീകുട്ടനും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനോട് സൂചിപ്പിക്കുന്നതാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപി തൃപ്പൂണിത്തുറയെ നന്നാക്കി കളയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്, തൃപ്പൂണിത്തുറയുടെ ഭാഗധേയം മാറ്റുമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ഉറപ്പുള്ളതുകൊണ്ട്, തൃപ്പൂണിത്തുറയിൽ അത്ഭുതകരമായിട്ടുള്ള വികസന പ്രക്രിയകൾ നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്നുള്ള തിരിച്ചറിവുകൊണ്ട് ഈ തൃപ്പൂണിത്തുറയുടെ വികസനത്തെ അട്ടിമറിക്കാൻ, ഈ തൃപ്പൂണിത്തുറയിലെ ജനതയുടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ, ഈ തൃപ്പൂണിത്തുറയുടെ ജനതയെ വഞ്ചിക്കാനായി പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റുകാരനും വി.ഡി. സതീശന്റെ കോൺഗ്രസുകാരനും ഒരുമിച്ച് ചേർന്ന് ഇവിടെ നിൽക്കുകയാണ്. എൻ.ഡി. മുന്നണിയായിട്ട് നിൽക്കുകയാണ്. ആ എൻ.ഡി. മുന്നണിയാണ് ഇന്ന് സ്റ്റാൻഡിംഗ് കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് ചേർന്ന് ബിജെപിയുടെ സ്റ്റാൻഡിംഗ് കൌൺസിലുകളെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ തൃപ്പൂണിത്തുറയിൽ ബിജെപി വരണമെന്ന് ആഗ്രഹിച്ച, ബിജെപി വരണമെന്ന് സ്വപ്നം കണ്ട, ബിജെപി വരണമെന്ന് പ്രാർത്ഥിച്ച, ബിജെപി വരണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ഈ തൃപ്പൂണിത്തുറയിലെ ജനതയെ മുഴുവൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നശീകരണ വിത്തുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള പോക്കിന് സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ വഞ്ചക രാഷ്ട്രീയത്തിനെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തൃപ്പൂണിത്തുറയെ അവികസനത്തിന്റെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വഞ്ചക രാഷ്ട്രീയത്തിന് ഇനി തൃപ്പൂണിത്തുറയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ, ഉയർന്നെണീക്കാൻ പറ്റാത്ത രീതിയിൽ സമ്പൂർണമായിട്ടും നശിപ്പിക്കുന്നതിന് ഈ ഒത്തുചേരൽ, ഈ ഗൂഢാലോചന ഒരു കാരണമായിട്ട് തൃപ്പൂണിത്തുറയിലെ ജനത പരിഗണിക്കണമെന്നാണ് ബിജെപിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് കേരളത്തിൽ പലയിടത്തും നടക്കാൻ പോകുന്നത്. കേരളം രക്ഷപ്പെടരുത്, കേരളം നശിക്കണം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരു വാർഡെങ്കിലും വികസിതവാദാക്കിയിട്ടുള്ള ചരിത്രം കമ്മ്യൂണിസത്തിന്റെ ഭാഗമായിട്ട് ഒരിടത്തും എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചെങ്കൊടി പിടിച്ചിരിക്കുന്ന പാവങ്ങൾ എന്നും പട്ടിണി പാവങ്ങളായിട്ട് കിടന്നാലേ അവൻ ചെങ്കൊടി പിടിക്കൂ, എന്നും കുടിയിൽ കിടന്നാലേ അവൻ ചെങ്കൊടി പിടിക്കൂ, എന്നും കുടിവെള്ളം കിട്ടാതെ കിടന്നാലേ അവൻ ചെങ്കൊടി പിടിക്കൂ, എന്നും പട്ടിണി കിടന്നാലേ അവൻ ചെങ്കൊടി പിടിക്കൂ എന്ന് ധരിച്ചിരിക്കുന്ന മൂഢവർഗത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വർഗം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് വർഗം ഈ തൃപ്പൂണിത്തുറയും ഈ നാടിനെയും വീണ്ടും അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് വരികയാണ്. അത് വികസനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 65 വർഷക്കാലം ഇന്ത്യ ഭരിച്ചു. 65 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യയെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഇന്ത്യ പട്ടിണിക്കാരന്റെ ഇന്ത്യയായിട്ട് 65 വർഷം പിന്നിട്ടു. ദരിദ്രന്റെ ഇന്ത്യയായി 65 വർഷം പിന്നിട്ടു. വനാന്തരങ്ങളിൽ ജീവിക്കുന്ന, യാതനകൾ അനുഭവിക്കുന്ന ജനതയുടെ ഇന്ത്യയായി 65 വർഷം പിന്നിട്ടു. ഏറ്റവും പാപ്പരായിട്ടുള്ള ഇന്ത്യയായി 65 വർഷം പിന്നിട്ടു. സ്വർണം കൊണ്ട് കടം വയ്ക്കുന്ന ഇന്ത്യയായി 65 വർഷം പിന്നിട്ടു. ദരിദ്ര നാരായണന്മാരുടെയും അതോടൊപ്പം തന്നെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും ഇന്ത്യയായിട്ട് 65 വർഷം പിന്നിട്ടു. മൂന്നാലോക രാജ്യമായിട്ട് ഇന്ത്യ 65 വർഷം പിന്നിട്ടു. അതിനുശേഷം നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോഴാണ് ഈ രാജ്യം 25 കോടി പട്ടിണി പാവങ്ങളെ ദരിദ്രരേഖയ്ക്ക് മുകളിലേക്ക് എത്തിച്ചത്.
ഈ രാജ്യം ലോകത്തിലെ വൻ ശക്തിയായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്, ലോകത്തിലെ 4ാമത്തെ ശക്തിയായത്. ഈ രാജ്യത്തിലെ 80 കോടി വരുന്ന ജനതയുടെ കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് റേഷനരിയും ഗോതമ്പും നൽകുന്ന പദ്ധതി ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പാക്കി. ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാത്ത ഇന്ത്യയെ സൃഷ്ടിച്ചു. ഈ നാട്ടിലെ പാവപ്പെട്ടവന് അസുഖം വന്നാൽ ചികിത്സിക്കാൻ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്നു, ഇൻഷുറൻസ് പരിരക്ഷകൾ കൊണ്ടുവന്നു. അങ്ങനെ കർഷകന് കാർഷിക സമ്മാൻ നിധി കൊണ്ടുവന്നു. ഈ രാജ്യത്തെ ലോകത്തിലെ വൻ ശക്തിയാക്കിയതോടൊപ്പം തന്നെ ദാരിദ്ര്യവും കഷ്ടതയും യാതനയും ദുഃഖവും ദുരിതവും അനുഭവിച്ച ജനതയെ അതിൽ നിന്ന് പിടിച്ചു കയറ്റുന്നതിന് വേണ്ടിയുള്ള വിപ്ലവാത്മകമായിട്ടുള്ള പരിഷ്കാരങ്ങളും ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ഭരണകൂടമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകൂടം. 65 വർഷം സാധിക്കാത്തത് കേവലം 3500 ദിവസം കൊണ്ട്, കേവലം 10 വർഷം കൊണ്ട് സാധ്യമാക്കിയ സക്രിയതയുടെ ഒരു രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തെ ഭയക്കുന്നവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. പെർഫോമൻസിനെ ഭയക്കുന്നവരാണ്, മികവിനെ ഭയക്കുന്നവരാണ്, കഴിവിനെ ഭയക്കുന്നവരാണ്, വികസനത്തെ ഭയക്കുന്നവരാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ഭയക്കുന്നവരാണ്, കുടിവെള്ളം എത്തിക്കുന്നതിനെ ഭയക്കുന്നവരാണ്, കുടിലുകൾ കൊട്ടാരങ്ങളാവുന്നതിനെ ഭയക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വർഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് വർഗവും കോൺഗ്രസ് വർഗവും മാറുമ്പോൾ ഏതെങ്കിലും മനുഷ്യൻ ഇനി ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നാമ്പുറങ്ങളിൽ അഭയം തേടുമെന്ന് ആർക്കും വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ ഈ രാജ്യം സ്വാതന്ത്ര്യത്തിനോടൊപ്പം അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 3 സംസ്ഥാനങ്ങളിൽ മാത്രം അധികാരമുള്ള പാർട്ടിയായിട്ട് അസ്തമിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കോൺഗ്രസിന് 3 സംസ്ഥാനമാണുള്ളതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 3 എംപിമാരാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. 64 എംപിമാരുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റുന്ന 3 എംപിമാരെ ഉള്ളൂ എന്നറിയുമ്പോൾ ഈ 3ലേക്ക് നിബന്ധിച്ച കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രാഷ്ട്രീയം നാളെ തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയമായിട്ട് മാറുമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയം അതായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം? ആ വിഷയത്തിൽ ഇന്നും പ്രസക്തിയുണ്ട്. ശബരിമലയിൽ നടന്ന കൊള്ളയായിരുന്നു ഈ കേരളത്തിൽ, വികസിത കേരളത്തിനോടൊപ്പം ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വിചാരിച്ചു പിണറായി വിജയന്റെ ശിങ്കിടിക്കൂട്ടങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ പത്മകുമാറും വാസവനും കടകംപള്ളിയും ഒക്കെയാണ് ഈ കേസിലെ പ്രതിയെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നു സാക്ഷാൽ ഇറ്റലിക്കാരി മദാമ്മയും ഈ കേസിൽ പ്രതിയാക്കപ്പെടുമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറ്റലിക്കാരി മദാമ്മയെ കൊണ്ട് കാണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇറ്റലിക്കാരി മദാമ്മയുടെ മുമ്പിൽ 2 പ്രാവശ്യമാണ് എത്തിച്ചു കൊടുത്തതാരാ? ഇവിടത്തെ എംപിമാരും MLA-മാരും KC വേണുഗോപാലും അടൂർ പ്രകാശും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചുമന്നുകൊണ്ട് സോണിയാ മദാമ്മയുടെ മുമ്പിൽ 2 പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നു ഉദ്ദേശമെന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെ കേരളത്തിലെ ജനതയോട് പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞത് കൂട്ടി വായിക്കണം. രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താ? ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള അവിടുത്തെ വിഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളും അത് പുരാവസ്തു ശേഖരണം നടത്തുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമല തട്ടിപ്പിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് കേരളത്തിൽ പറഞ്ഞതാരാ? കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പറഞ്ഞത് അനർത്ഥമായിരിക്കുന്നു, സത്യമായിരിക്കുന്നു, വസ്തുതയായിരിക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞത് ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയത് വിദേശത്തേക്കാണെങ്കിൽ ആ വിദേശത്തുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ട്. ആ കോൺഗ്രസ് നേതാവിന്റെ സഹോദരി വിദേശത്ത് ഒരു വലിയ സ്ഥാപനം നടത്തുന്നുണ്ട്, പുരാവസ്തു ശേഖരണ സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സഹോദരിയുടെ ജ്യേഷ്ഠത്തിയാണ് കേരളത്തിലെ ഇന്ത്യയുടെ കോൺഗ്രസിന്റെ നാഥയായിട്ടുള്ള സോണിയ അന്തോണോ മെയ്നോ എന്ന് പറയുന്ന സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ്.
പ്രിയപ്പെട്ടവരെ, തൃപ്പൂണിത്തുറയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ BJPയുടെ ഈ നാടിനെ വഞ്ചിക്കുന്ന ശ്രമങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ശബരിമല കൊള്ളയും അമ്പലം കൊള്ളയ്ക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂട്ടാളികളാണ്. തൃപ്പൂണിത്തുറ മുതൽ അമ്പലം കൊള്ള വരെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ ചങ്ങായിമാരാണ് എന്ന് ഈ കേരളത്തിന് ബോധ്യം വന്നിരിക്കുന്നു, ഇന്ത്യക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇങ്ങനെ ഒരമ്മ പെറ്റ ഇരട്ടകളെ പോലെയാണ്. അവർ ക്ഷേത്രങ്ങൾക്കെതിരാണ്, കൊള്ള നടത്തുന്ന വിദ്വാൻമാരാണ്, BJPക്കെതിരാണ്, വികസനത്തിനെതിരാണ്, സർവനാശത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും എന്ന് ഇന്ന് ബോധ്യം വരുന്ന മറ്റൊരു ചിത്രമാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകളാണ്. വെള്ളാപ്പള്ളി നടേശനെ വിവരം പഠിപ്പിക്കാനും മതേതരത്വം പഠിപ്പിക്കാനും ഇവിടെ ഒരുപാട് പേർ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ്. മതമാണെല്ലാം മതത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവുണ്ട്. മതേതരത്വം പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് കേരളത്തിന്റെ മതേതര മുഖത്തിന് നേരെ ചെളിവാരി എന്നുകൊണ്ട് പറഞ്ഞു മതമാണ് സർവ്വതും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അയാളെ വർഗീയവാദി എന്ന് വിളിക്കാൻ ഈ കേരളത്തിലെ ഒരു മതേതരക്കാരനോ സാംസ്കാരിക നായകന്മാരോ ഇല്ല. അയാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നില്ല. മാറാട് പോലെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ഹിന്ദുവിനെ അരിഞ്ഞു തള്ളിക്കഴിഞ്ഞ രക്തമുണങ്ങുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ആ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുന്ന ഒരു മുസ്ലിം ലീഗിന്റെ നേതാവുണ്ടായിരുന്നു. അയാൾ കേന്ദ്രമന്ത്രിയായിരുന്നു. മാറാട് കൊലപാതകത്തിന് പിന്നിലുള്ള പ്രതികളിൽ നല്ലൊരു ശതമാനം 60% പേർ മുസ്ലിം ലീഗുകാരാണ്, 15% പേർ കമ്മ്യൂണിസ്റ്റുകാരാണ്, 25% പേർ കോൺഗ്രസുകാരാണ്. അങ്ങനെയുള്ള ഒരു സംഘമാണ് മാറാട് ഹിന്ദു അരിങ്കൊല നടത്തിയത്. അന്ന് മതേതരത്വത്തിന്റെ പേരിൽ അവരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരുമിച്ച് ചേർന്നു. ആ മാറാട് സംഭവത്തിന് പിന്നിൽ മുസ്ലിം ലീഗാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാകുന്നു. മലപ്പുറത്തിന്റെയും വയനാടിന്റെയും കാസർഗോഡിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച്, വസ്തുതകൾ വെച്ച്, കണക്കുകൾ വെച്ചിട്ട് ഇവിടെ മതവിവേചനമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാകുന്നു. നിങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാം. വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. വെള്ളാപ്പള്ളി നടേശനെയല്ല, നരേന്ദ്രമോദിയെയും രാജീവ് ചന്ദ്രശേഖരനെയും ആരെയും വിമർശിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നത്. ഭരണഘടനാപരമായിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് വിമർശിക്കാം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച വസ്തുതകൾ കേരളം ചർച്ച ചെയ്യണ്ടേ? ഇവിടെ എന്താ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു സംഘടിത മതത്തിനു വേണ്ടി സർവ്വതും തീറെഴുതി കൊടുക്കുന്നതാണോ കേരളത്തിലെ മതേതരത്വം? ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം മതിയോ? ഇവിടുത്തെ സംവരണം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം മതിയോ എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ? മതേതരത്വം എന്ന് പറഞ്ഞാൽ സർവ്വമതങ്ങളും തുല്യമാണ് എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? സർവധർമ്മ സമഭാവനയല്ലേ മതേതരത്വം എന്ന് പറയുന്നത്? ഏകം സത്വിപ്ര ബഹുധാവതന്തിയല്ലേ മതേതരത്വം എന്ന് പറയുന്നത്? ലോക സമസ്ത സുഖിനോ ഭവന്തുവല്ലേ മതേതരത്വം എന്ന് പറയുന്നത്? സർവധർമ്മ സമഭാവവും വസുധൈവ കുടുംബവും ഒക്കെ പറയുന്ന മതേതരത്വത്തിൽ എങ്ങനെയാണ് മതപ്രീണനവും മതവിവേചനവും മതപരമായിട്ടുള്ള പരിരക്ഷയും ലഭിക്കുന്നത്? വർഗീയതയ്ക്കും ഭീകരതയ്ക്കും പോലും പരിരക്ഷ നൽകുന്ന ഈ കേരളത്തിലെ നശിച്ച മതേതരത്വത്തിനെതിരായിട്ടുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം. വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിവോയിലൊഴിക്കുന്നവര് ഇനാം പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഹാരിസ് എന്ന് പറയുന്ന ഒരു വർഗീയവാദി, അവൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിവോയിലൊഴിക്കുന്നവന് ഇനാം പ്രഖ്യാപിച്ചു. ഇത് ഈ കേരളത്തിലെ മതേതരത്വത്തിനും സാമുദായിക മൈത്രിക്കും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ VD സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പേരിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേരിൽ, ജമായത്തിന്റെ പേരിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ എന്ത് തോന്നിയാസവും പറയാം. അവർക്ക് സംരക്ഷണമാണ് ഈ കേരളത്തിൽ ലഭിക്കുന്നത്.
അതേ സമയത്ത് വസ്തുതകൾ പറഞ്ഞ് ഇവിടെ മതേതരത്വമല്ല, മതപ്രീണനമാണ്, മതവിവേചനമാണ്, മതാന്ധതയാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ നടക്കും. അതിനുവേണ്ടിയുള്ള ചാലകത ഇന്ന് കേരളം സ്വായത്തമാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികളുണ്ട്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് സാബു സാർ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പീഡനം, ആ പീഡനവും മതേതരത്വത്തിന്റെ പേരിലുള്ള പീഡനമാണ്. ആ പീഡനത്തിൽ എന്താ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നമ്മൾ ധരിച്ചിരുന്നത് എന്താ? സാബു സാറിനും ക്രിസ്ത്യൻ വിഭാഗത്തിനും ഒക്കെ എല്ലാ അവസരവും കിട്ടുന്നുണ്ട് എന്നാണ്. ഈ അടുത്ത കാലത്താണ് നമ്മൾ അറിയുന്നത് ന്യൂനപക്ഷ സംവരണം എന്ന് പറഞ്ഞാൽ, ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞാൽ 20% ന്യൂനപക്ഷത്തിലെ 20% അവകാശം ക്രിസ്ത്യാനിക്കും 80% അവകാശം മറ്റൊരു മതത്തിനും വേണ്ടിയുള്ളതാണ് എന്നതാണ് കേരളത്തിലെ ന്യൂനപക്ഷാവകാശമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ വിവേചനം എത്രയോ നാളുകളായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുകയാണ്. ഈ വിവേചനം അനുഭവിക്കുകയാണ്. ക്രിസ്ത്യാനിയുടെ വസ്തു ഇവിടെ ക്രിസ്ത്യാനിയും അതോടൊപ്പം തന്നെ ഈഴവൻ ഉൾപ്പെടെയുള്ള മുനമ്പത്തെ ശ്രീ ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇരിക്കുന്ന എറണാകുളത്തെ ടീമിന്റെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ ജില്ലാ ടീമിന്റെ നേതൃത്വത്തിൽ, ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ഉജ്ജ്വലമായിട്ടുള്ള സമരമായിരുന്നു മുനമ്പത്ത് നടന്ന സമരം. ആ സമരം പാവപ്പെട്ട അവിടുത്തെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവര് അവൻ ജനിച്ചു വീണ ഭൂമി അവന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. അത് അവന്റെ അവകാശമാണെന്ന് പറയാനുള്ള സമരമായിരുന്നു. അവന് പട്ടയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമരമായിരുന്നു. അവന്റെ നികുതി കൊടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സമരമായിരുന്നു. ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി നടന്ന ഒരു സമരമാണ്. ആ സമരം 35 എത്രയോ വർഷമായിട്ട് 2 ദശാബ്ദത്തിലേറെയായിട്ട് നടന്നു. ഒരുത്തനും തിരിഞ്ഞു നോക്കാൻ വന്നില്ല. അവിടുന്ന് ജയിച്ച MLA-മാരെ ആ പാവങ്ങളുടെ കിടപ്പവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിൽ കണ്ടില്ല. അവിടുന്ന് ജയിച്ച MP-യെ കണ്ടില്ല, ആരെയും കണ്ടില്ല. ഒരു വാർഡ് മെമ്പർ പോലും ജയിച്ചിട്ടില്ലാത്ത ആ സ്ഥലത്തു നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒരു സമരം ആരംഭിച്ചു. ആ സമരം അവസാനം എന്താ? അവിടുത്തെ മുനമ്പൻ ജനതയ്ക്ക് അവരുടെ നികുതി അടയ്ക്കാനുള്ള അവകാശം കോടതി വഴി സംരക്ഷിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് എറണാകുളം ഏറ്റെടുത്ത ആ സമരത്തെ മാറ്റിയെടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു രേഖയായിട്ട് കിടക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. BJP-യുടെ സമരം അതാണ്. BJP-യുടെ നീതിക്ക് വേണ്ടിയുള്ള സത്യസന്ധമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പരിണാമത്തിലെത്തുന്നതുവരെ BJP-ക്ക് വിശ്രമമില്ല എന്ന് മുനമ്പത്തെ ജനതയ്ക്കും കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിച്ച അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ചരിത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി എഴുതി ചേർത്തിരിക്കുന്നതാണ്. BJP ഒരു മതത്തിനോടും വിവേചനം കാണിക്കുന്നില്ല. BJP ഒരു ജാതിയോടും വിവേചനം കാണിക്കുന്നില്ല. BJP ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ: ജീവിക്കുന്ന നാടിനെ നന്നാക്കണം, ജീവിക്കുന്ന നാടിൽ ക്ഷേമമുണ്ടാകണം, ജീവിക്കുന്ന നാടിന് ഐശ്വര്യമുണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാകണം. ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു ഭാരതം എന്നുള്ള മഹത്തായിട്ടുള്ള സ്വപ്നവുമായി ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് സർവാശ്ലേഷിയായി, ഇൻക്ലൂസീവായി, മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മഹത്തായിട്ടുള്ള വചനങ്ങൾ ഹൃദയത്തിൽ ത്രസിക്കുന്ന വിചാരമായി മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു, ഇന്ന് തൃപ്പൂണിത്തുറ ഭരിക്കുന്നു, ഇന്ന് തിരുവനന്തപുരം ഭരിക്കുന്നു. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തെന്നാണ്. തിരുവനന്തപുരത്തിന്റെ ഭരണം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ജനത തിരുവനന്തപുരത്ത് പല രീതിയിലായിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു നഗരമാണ്. കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ്. ആ തലസ്ഥാന നഗരത്തെ ഇത്രയും കാലം മാനൊഴിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമായിരുന്നു. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ആ നഗരത്തിന്റെ അധിപന്മാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു പുതിയ ചരിത്രം എഴുതിയിരിക്കുകയാണ്. ആ പുതിയ ചരിത്രം എഴുതിക്കഴിഞ്ഞ അടുത്ത നിമിഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി BJP-യുടെ ചരിത്രം സൃഷ്ടിച്ച നായകനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ കോടാനുകോടി വരുന്ന BJP-യെ സ്നേഹിക്കുന്ന ജനതയുടെ മനസ്സിൽ എന്നും പ്രകമ്പനം കൊള്ളുകയും അവന്റെ പ്രതീക്ഷയും ആശയും അങ്ങേയറ്റം ഉയർത്തുന്നതുമായിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞത്, കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങൾ. 1987
ഞങ്ങൾ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തുകൊണ്ടാണ് ഗുജറാത്തിലെ ജൈത്ര യാത്ര ആരംഭിച്ചത്. അതുപോലെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, നിങ്ങൾ 2025 തിരുവനന്തപുരം പിടിച്ചെടുത്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയ ജൈത്രയാത്രയുടെ അധികാരത്തിലേക്ക് വേണ്ടിയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്രയ്ക്ക് ആരംഭമാണ് എന്നുള്ള അഭിമാനകരമായിട്ടുള്ള ആശംസയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത് കേരളം മുഴുവൻ തന്നെ അധികാരം പിടിക്കാനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രയാണത്തിന് ശക്തി പകരുന്നതാണെങ്കിൽ, തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് ഈ മധ്യ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈജയന്തി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള തുടക്കമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കാണുകയാണ്. ആ തുടക്കത്തിന് പ്രവർത്തിച്ച, അതിനുവേണ്ടി കഴിവുറ്റ രീതിയിൽ പ്രയത്നിച്ച, അതുപോലെ തന്നെ എറണാകുളം സിറ്റിയുടെ ചരിത്രത്തിലെ നല്ലൊരു മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ഈ എറണാകുളം സിറ്റി ജില്ലാ ടീമിനും ഈ തൃപ്പൂണിത്തുറയിലെ ത്യാഗികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ജയിപ്പിക്കണമെന്ന ഒരൊറ്റ മന്ത്രം മാത്രം ഉച്ചരിച്ചുകൊണ്ട് എത്രയോ നാളുകളായിട്ട് കഠിന വ്രതമെടുത്ത് പ്രവർത്തിച്ച തൃപ്പൂണിത്തുറയിലെ മുഴുവൻ പ്രവർത്തകർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് മുന്നേറ്റത്തിന്റേതാണ്, അധികാരത്തിന്റേതാണ്, അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിരോധിക്കാൻ, പ്രതിബന്ധിക്കാൻ, തടുക്കാൻ, തടയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാധ്യമല്ല, ഒരു കോൺഗ്രസുകാരനും സാധ്യമല്ല. കാരണം ഇന്നിന്റെ രാഷ്ട്രീയം BJP-യുടേതാണ്, നാളെയുടെ രാഷ്ട്രീയവും BJP-യുടേതാണ്. ഇന്ത്യയുടെ ഭാവി, കേരളത്തിന്റെ ഭാവി, തൃപ്പൂണിത്തുറയുടെ ഭാവി ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ്. അത് ഞങ്ങൾ സാർത്ഥകമാക്കും. അത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണ്, രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉറപ്പാണ്. അതിലേക്ക് നമുക്ക് അഭിമാനത്തോടെ മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.